കായോകൈൻ 4 ടൈംസിലുള്ള ഗോകുവിനോട് എതിരിട്ട് നിൽക്കാൻ കഴിയാതെ വന്ന വെജീറ്റ കൃത്രിമമായ ഒരു ചന്ദ്രനെ ഉണ്ടാക്കിയെടുക്കുകയും അതിന്റെ പ്രഭാവത്തിൽ ഒരു രാക്ഷസ കുരങ്ങനായി രൂപാന്തരം പ്രാപിക്കുകയും പലതരത്തിലുള്ള മന്ത്രതന്ത്ര കുതന്ത്രങ്ങളെല്ലാം തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഗോകുവിനെ അടിച്ചുകൂട്ടി കൊല്ലാറാക്കിക്കൊണ്ടിരിക്കുന്നതും ഗോകുവിന്റെ എല്ലാവിധ ടെക്നിക്കുകളും രാക്ഷസ കുരങ്ങനായി വെജീറ്റയുടെ അടുത്ത് പാളിപ്പോയിക്കൊണ്ടിരിക്കുന്നതും ഇനി ഇവനെ തോൽപ്പിക്കുവാൻ എന്റെ സ്പിരിറ്റ് ബോംബ് അറ്റാക്ക് മാത്രമാണ് മിച്ചമുള്ളത്. അതുണ്ടാക്കാൻ എനിക്കൊരു 10 സെക്കൻഡ് വേണം, എനിക്കൊരു 10 സെക്കൻഡ് നൽകൂ എന്നും പറഞ്ഞ് ഗോകു വളരെ ഉച്ചത്തിൽ അലർന്നതും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് ഇവിടെ തുടരുന്നത്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് കേരള സ്റ്റോറി എക്സ്പ്ലെയിനർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ കാണാൻ പോകുന്നത് ഡ്രാഗൺ ബോൾ സി സയാൻ സാഗയുടെ 16ാം എപ്പിസോഡാണ്. വരൂ കഥയിലേക്ക് പോകാം. അങ്ങനെ മുഴുവൻ ശക്തിയും ആരോഗ്യവും ക്ഷയിച്ചുപോയി ഗോകുവിന് വെജിറ്റയോടൊപ്പം നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യുവാൻ കഴിയാതെ വരികയും അങ്ങനെ വളരെ വേഗത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന വെജിറ്റയുടെ മുന്നിൽ നിന്നും ഒരു സ്പിരിറ്റ് ബോംബ് ഉണ്ടാക്കുവാൻ വേണ്ടി 10 സെക്കൻഡ് ഒപ്പിക്കാൻ നോക്കുന്ന ഗോകുവിന്റെ തത്രപ്പാടിനിടയിൽ പെട്ടെന്ന് വെജിറ്റ ഉണ്ടാക്കിയ കൃത്രിമമായ ചന്ദ്രന്റെ പ്രകാശം കാണുമ്പോൾ ഗോകുവിന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഒരു ആശയം കടന്നു വരികയും തുടർന്ന് ശേഷിക്കുന്ന ആരോഗ്യം മുഴുവൻ വീണ്ടും ഗോകു ആർജിച്ചെടുത്തുകൊണ്ട് രാക്ഷസനായ വെജിറ്റയുടെ കണ്ണു മുന്നിലേക്ക് ചെന്ന് നിന്നുകൊണ്ട് ടിയാൻസാൻ എന്നോട് ക്ഷമിക്കൂ, നീ ഉണ്ടാക്കിയ അടവ് ഒരു നിമിഷത്തേക്ക് ഞാൻ കടവെടുക്കുകയാണ് എന്ന് ഉറക്കെ പറഞ്ഞ് അലറിക്കൊണ്ട് ഗോകു സോളാർ ഫ്ലെയിം എന്ന് ഉറക്കെ അലറുകയും ഗോകുവിന്റെ ദേഹത്ത് നിന്ന് വരുന്ന അമിതമായ പ്രകാശം ഒരു സൂര്യനെ പോലെ ഗോകുവിനെ തോന്നിപ്പിക്കുകയും പ്രകാശ വികർഷണ ശൈലിയിലുള്ള അറ്റാക്ക് കാരണം രാക്ഷസ രൂപത്തിൽ നിൽക്കുന്ന വെജിറ്റയുടെ കണ്ണുകൾ ചിമ്മുകയും കുറച്ചു നേരത്തേന് അവനെ കണ്ണ് കാണാതിരിക്കുന്ന പോലെ വരികയും തുടർന്ന് രാക്ഷസ കുരങ്ങന്റെ രൂപത്തിൽ നിൽക്കുന്ന വെജിറ്റയുടെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് ഗോകു 2-3 മലയ്ക്ക് അപ്പുറം പോയി നിന്നുകൊണ്ട് സ്പിരിറ്റ് ബോംബ് എന്ന മാരകമായ ഒരു അറ്റാക്ക് ആഗിരണം ചെയ്തെടുക്കുന്നതിന് വേണ്ടി ഗോകുവിന്റെ 2 കൈകളും ആകാശത്തേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജലത്തിൽ നിന്നും മണ്ണിൽ നിന്നും വായുവിൽ നിന്നും കാറ്റിൽ നിന്നും ആകാശത്തിൽ നിന്നും മരത്തിൽ നിന്നും സസ്യജാലങ്ങളിൽ നിന്നും പക്ഷിമൃഗാദികളിൽ നിന്നും ജീവജാലങ്ങളിൽ നിന്നും ജീവനുള്ള എല്ലാ വസ്തുവിൽ നിന്നും എനിക്ക് എനർജി നൽകൂ എന്നും പറഞ്ഞ് കൈകൾ ഉയർത്തിപ്പിടിച്ചു. ഈ ഭൂമിയെ സംരക്ഷിക്കാനുള്ള എന്റെ അവസാനത്തെ ആയുധമാണിത്, എല്ലാവരും എനിക്ക് ശക്തി പ്രദാനം ചെയ്താലും എന്ന് പറഞ്ഞ് ഗോകു ഉറക്കെ അലറുകയും വായുവിൽ നിന്നും ജലത്തിൽ നിന്നും മരങ്ങളിൽ നിന്നും ജീവജാലങ്ങളിൽ നിന്നും എല്ലാത്തിൽ നിന്നുമുള്ള സ്പിരിറ്റ് എനർജി ഗോകുവിന്റെ അടുത്തേക്ക് ആകർഷിച്ചെത്തപ്പെടുകയും മുഴുവൻ ഗോകുവിന്റെ ദേഹത്തേക്ക് ആ എനർജി മുഴുവൻ ആഗിരണം ചെയ്തെടുത്തുകൊണ്ടിരിക്കുകയും ഇതേസമയം ഗോകുവിന്റെ സോളാർ ഫ്ലെയിം കാരണം കണ്ണു തുറക്കാൻ പറ്റാതെ രാക്ഷസ രൂപത്തിൽ നിന്നുകൊണ്ട് വെജിറ്റ വളരെ ഉച്ചത്തെ അലറിക്കൊണ്ടിരിക്കുന്നതും ദേഷ്യപ്പെടുകയും ചെയ്യുമ്പോൾ തന്നെ ഒരു മലയ്ക്ക് പിറകിൽ മാറി ഒളിഞ്ഞു നിന്നുകൊണ്ടിരുന്ന യാജ്രോബി ഗോകുവിനെ നിരീക്ഷിക്കുകയും എനർജി സ്പിരിറ്റ് ബോംബ് ആഗിരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഗോകുവിനെ നോക്കിക്കൊണ്ട് ഇവൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വിചിത്രമായി ആലോചിച്ചുകൊണ്ട് ചോദിക്കുകയും അതേസമയം കണ്ണും പൊത്തുപിടിച്ച് അലറിക്കൊണ്ടിരുന്ന വെജിറ്റയുടെ കണ്ണുകൾ നോർമലായിക്കൊണ്ടിരിക്കുകയും വെജിറ്റയ്ക്കെല്ലാം ദർശനമയക്കാൻ തുടങ്ങുകയും ചെയ്യുമ്പോൾ ചുറ്റിനും കറങ്ങിക്കൊണ്ട് അവിടെ മുഴുവൻ ഗോകുവിനെ തപ്പി നോക്കിക്കൊണ്ടിരിക്കുകയും എങ്ങും തന്നെ ഗോകുവിനെ കാണാതെ വരികയും വെജിറ്റയ്ക്ക് വളരെയധികം ദേഷ്യമാവുകയും ചെയ്യും. പേടിച്ചുതോറിയായ കാക്രോട്ട്, നീ ഏത് മലയുടെ പുറകെ പോയി ഒളിച്ചിരിക്കുകയാടാ, ധൈര്യമുണ്ടെ മുന്നിലേക്ക് ഇറങ്ങി വാടാ എന്നും പറഞ്ഞ് ഉറക്കെ അലറിക്കൊണ്ട് വെജിറ്റ കലിതുള്ളി നിൽക്കുകയും ഇതേ സമയം കണ്ട് ഗോകു സ്പിരിറ്റ് ബോംബ് ഏകദേശം ആഗിരണം ചെയ്തെടുത്തു കഴിഞ്ഞിരുന്നു. ഏറെക്കുറെ നേരങ്ങളായി ഗോകുവിനെ അന്വേഷിച്ചുകൊണ്ടിരുന്ന രാക്ഷസ കുരങ്ങൻ ഗോകുവിനെ കണ്ടുപിടിക്കുകയും നീ അവിടെയാണോ കാക്രോട്ട് ഒളിഞ്ഞിരിക്കുന്നത്, ഞാൻ അങ്ങോട്ട് വരുന്നടാ എന്നും പറഞ്ഞ് ഉറക്കെ അലർന്നതും ചീറിപ്പാഞ്ഞു വരുന്ന വെജിറ്റയെ നോക്കിക്കൊണ്ട് ഗോകു ഇത് ഞാൻ മുഴുവൻ ഭൂമിയിൽ നിന്നും ആഗിരണം ചെയ്തെടുത്ത ജീവശക്തിയുടെ ബലമാണ്, എനിക്കിപ്പോൾ പ്രാപ്തമായിരിക്കുന്ന സ്പിരിറ്റ് ബോംബ് ശക്തിയുടെ തീഷ്ണമായ ജ്വാലയിൽ നീ എരിഞ്ഞു ചാകുവാൻ തയ്യാറായിക്കോ വെജിറ്റ എന്നും പറഞ്ഞ് വളരെ കലിപ്പോടെ ഗോകുവും അലറുകയും എന്നാൽ അതേസമയം കൊണ്ട് മിന്നൽ വേഗത്തിൽ ചീറിപ്പാഞ്ഞു വന്ന രാക്ഷസ കുരങ്ങൻ അവന്റെ വായിൽ നിന്നും ശക്തിമത്തായ ഒരു എനർജി അറ്റാക്ക് ഉപയോഗിച്ചുകൊണ്ട് ഗോകു നിന്നിരുന്ന മല തന്നെ തകർത്ത് കളയും കാലു വഴുതി ഗോകു താഴേക്ക് നിലം പതിക്കുകയും ചെയ്യുന്നു. ഇതിന്റെ എല്ലാം തീവ്രമായ പ്രകാശം വളരെ ദൂരെ നിന്നും ക്രില്യന്റെയും ഗുഹാന്റെയും കണ്ണിൽപ്പെടുന്നതും അച്ഛനെന്തോ ആപത്ത് പറ്റിയെന്ന് മനസ്സിൽ വിചാരിക്കുന്ന ഗുഹാന് വളരെയധികം ദേഷ്യം വരികയും മിന്നൽ വേഗത്തിൽ അങ്ങോട്ടേക്ക് പറക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. അപ്പോഴേക്കും മുഴുവൻ ശക്തിയും ചോർന്നു പോയി നിസ്സഹായമായി നിലത്ത് വീണിടക്കുന്ന ഗോകുവിന് ശരീരത്തിൽ ക്ലേശകരമായ വേദന അനുഭവപ്പെടുന്നു. അതേസമയം എല്ലാ പ്രതിബന്ധങ്ങളും തച്ചുടച്ചുകൊണ്ട് ചാടി ചാടി വരുന്ന വെജിറ്റ അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ മലകളും ചവിട്ടിപ്പൊടിച്ചു കളയുകയും ചാടി തെറിച്ച് ഗോകുവിനെ ചവിട്ടിക്കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അതിൽ നിന്നും ചാടി മാറി ദൂരേക്ക് പറന്നകലുവൻ നോക്കുന്ന ഗോകുവിനെ രാക്ഷസകുരങ്ങൻ ഒരു കൈകൊണ്ട് ആഞ്ഞടിക്കുകയും അടിയുടെ ആഘാതത്തിൽ ഗോകുവെ ഒരു മലയിലേക്ക് തെറിച്ച് വീഴുകയും മലയിൽ നിന്നും തെന്നി താഴേക്ക് വിടുന്ന ഗോകുവിനെതിരെ വളരെ ദേഷ്യത്തോടെ ഓടി വരുന്ന രാക്ഷസകുരങ്ങൻ ഗോകുവിന്റെ കാലുകളിലേക്ക് എടുത്ത് ചാടുകയും ഗോകുവിന്റെ കാലുകൾ ചവിട്ടി അരച്ച് നശിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഗോകുവിന്റെ കാലുകൾ ചവിട്ടി അരയ്ക്കുന്നതോറും വളരെയധികം വേദന അനുഭവപ്പെടുകയും ഗോകു അതിന്റെ ആഘാതത്തിൽ വളരെ ഉച്ചത്തിൽ കിടന്ന് അലറുകയും ചെയ്യുന്നു. എന്നാൽ ഭൂമി കൊടുങ്ങുമാർ അലറി കരയുന്ന ഗോകുവിന്റെ ശബ്ദം കേൾക്കുന്ന വെജിറ്റയ്ക്ക് വളരെയധികം സന്തോഷമാകുകയും ഇതിലും ഉച്ചത്തിൽ നീ കരയടാ, എന്നാലേ എന്റെ വിജയം ബാക്കിയുള്ളവർക്ക് മനസ്സിലാകുള്ളൂ എന്നും പറഞ്ഞ് അലറുകയും ചെയ്യുന്നു. ഇതേസമയം അച്ഛന്റെ കീഴ് ശക്തി വളരെയധികം കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. അച്ഛനെന്തോ വളരെ വലിയ ആപത്താണ് വന്നുകൊണ്ടിരിക്കുന്നത്, എനിക്ക് എത്രയും പെട്ടെന്ന് അവിടെ ചെല്ലണമെന്ന് പറഞ്ഞുകൊണ്ട് മുഴുവൻ ശക്തി ആർജിച്ചെടുത്തുകൊണ്ട് ഗുഹാൻ പിന്നെയും മിന്നൽ വേഗത്തിൽ അവിടേക്ക് പറന്നു പോയിക്കൊണ്ടിരിക്കുകയും രാക്ഷസ കുരങ്ങന്റെ നിഷ്ഠൂരമായ ചവിട്ടിൽ കാൽ
കാലുകൾ മുഴുവൻ ചതഞ്ഞു പോയി കൊണ്ട് അലറിക്കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഗോകുവിനെ നോക്കി പല്ലുകൾ കടിച്ചുകൊണ്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് വെജിറ്റ ആക്ഷേപഹാസ്യ രൂപത്തിൽ അയ്യോ ഗോകു, നിന്റെ കാലുകൾക്ക് എന്തു പറ്റി? ഞാൻ അറിയാതെ ഒന്ന് ചവിട്ടിയപ്പോഴേക്കും പഞ്ഞുപോലെ ചതഞ്ഞുപോയോ? ഞാൻ ഇനി അറിയാതെ ചവിട്ടാൻ പോകുന്ന നിന്റെ ഹൃദയത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിച്ചിരിക്കുകയും ഗോകു, നീ ചത്ത് തൊലയുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി അറിഞ്ഞോളൂ. നിന്റെ മഹത്തായ ജീവിതത്തിലെ വേസ്റ്റായ അധ്യായവും നിന്റെ ജീവനും ഇവിടെ ഒടുങ്ങുവാൻ പോവുകയാണ്. ഞാൻ നൽകാൻ പോകുന്ന നിന്റെ ഈ മരണ സന്ദേശമാണ് നിന്റെ അവസാനത്തെ പാഠവും. ഏതെങ്കിലും ഡ്രാഗന്റെയോ പാമ്പിന്റെയോ ബോളുകൾ ഉപയോഗിച്ച് നീ ഇവിടെ ഇനിയും വന്നേക്കും. പക്ഷെ നീ തിരിച്ചു വരുമ്പോൾ ഇവിടെ ഈ ഭൂമി പോയിട്ട് ഭൂമിയുടെ പൊടി പോലും മിച്ചമുണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് വെജിറ്റ പാലറിച്ചിരിക്കുകയും അതേസമയം വളരെയധികം ദേഷ്യം വരുന്ന ഗോകു പല്ല് കടിക്കുന്നുണ്ടെങ്കിലും മരണത്തെ കൺമുന്നിൽ കണ്ണു നിറയെ കണ്ടുകൊണ്ടിരിക്കുകയും ഞാൻ കംപ്ലീറ്റ്ലി ബീറ്റനായി, എനിക്കിനി യാതൊന്നും തന്നെ ചെയ്യാനില്ല. എൻ്റെ ജീവിതത്തിൻ്റെ അവസാനം ചിലപ്പോൾ ഇതുതന്നെയായിരിക്കും. എൻ്റെ കണ്ണുകൾ മങ്ങി തുടങ്ങിയിരിക്കുന്നു. എനിക്കിനി ഒന്നേ ചെയ്യാനുള്ളൂ. എൻ്റെ ശക്തികൾ മുഴുവനും ചോർന്നു പോയിരിക്കുന്നു. ഇവനും ഞാനും തമ്മിൽ ഇത്രയധികം ശക്തിയുടെ വ്യതിയാനം ഉണ്ടായിരിക്കുമെന്ന് ഞാൻ കരുതിയത് പോലുമില്ല. എങ്കിലും ഈ നിമിഷത്തിൽ ഞാൻ സന്തോഷിക്കുന്നു. എനിക്ക് അഭിമാനമുണ്ട് ഇവനെ പോലൊരു ശക്തിശാലിയായ ഒരാളുടെ കൈകൊണ്ട് മരണം വരിക്കുന്നതിൽ. ഇവനെ പോലുള്ള സ്ട്രോങ്ങസ്റ്റ് ആയ ആളുകൾ ഈ പ്രപഞ്ചത്തിൽ ഉണ്ടെന്നറിയുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എൻ്റെ ഈ വീരമൃത്യുവിന് മുന്നിൽ ഞാൻ സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഗോകു ചിരിക്കുകയും എൻ്റെ മരണത്തെ ഓർത്തല്ല എനിക്ക് വിഷമം, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നേക്കാൾ ശക്തനായി മറ്റൊരാൾ ഈ പ്രപഞ്ചത്തിലുണ്ടല്ലോ എന്നതാണ് എന്നെ അലട്ടാൻ പോകുന്ന പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ട് ഗോകു കുറച്ച് സങ്കടപ്പെടുകയും വളരെയധികം സന്തോഷത്തോടെ വീണ്ടും ചിരിക്കുകയും അതേസമയം ഗോകുവിന്റെ കണ്ണുകൾ പതുക്കെ പതിയെ മങ്ങി മങ്ങി പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതെല്ലാം കാണുന്ന വെജിറ്റയ്ക്ക് വളരെയധികം ദേഷ്യം വരികയും എന്നാ നീ ചത്തു തൊലയടാ എന്ന് പറഞ്ഞുകൊണ്ട് ഫൈനൽ ബ്ലോ എന്നൊരു അറ്റാക്ക് വെജിറ്റയുടെ വിരലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഗോകുവിനെ നേരെ അയക്കാൻ തുടങ്ങുകയും എന്നാൽ അതേസമയം ഗോകുവിന്റെ ശരീരത്തിൽ മിച്ചമുണ്ടായിരുന്ന മുഴുവൻ എനർജി ശക്തികളും ഗോകു ആഹരണം ചെയ്തെടുത്തുകൊണ്ട് രാക്ഷസ കുരങ്ങിന്റെ രൂപത്തിൽ നിൽക്കുന്ന വെജിറ്റയുടെ കണ്ണുകളിലേക്ക് തന്നെ അടിച്ചു വിടുകയും അതിന്റെ ആഘാതത്തിൽ ആ രാക്ഷസ കുരങ്ങിന്റെ ഒരു കണ്ണ് തന്നെ അടഞ്ഞു മുറിവേറ്റു പോവുകയും അതിന്റെ ആഘാതത്തിൽ വെജിറ്റ ഒരു രാക്ഷസനെ പോലെ വളരെ ഉച്ചത്തിൽ അവിടെ കിടന്ന് അലറുകയും എന്റെ ശരീരത്തിൽ അവശേഷിച്ചിരുന്ന മുഴുവൻ എനർജിയുമാണ് നിനക്കിപ്പോൾ ഇപ്പോൾ അയച്ചത്. ഇനി എന്റെ കയ്യിൽ മിച്ചം ഒന്നും തന്നെയില്ല. നിനക്ക് ഇഷ്ടമുള്ളതുപോലെ എന്നെ കൊന്നോളൂ എന്ന് പറഞ്ഞ് ഗോകു വളരെ സന്തോഷത്തോടെ ചിരിക്കുകയും അതിന്റെ ദേഷ്യം ചോരാതെ തന്നെ വെജിറ്റ ഗോകുവിനെ അവന്റെ കൈകളിലേക്ക് ചുരുട്ടിയെടുക്കുകയും ഞെക്കി പിഴിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. എടാ കാക്രോട്ട്, നിനക്ക് എത്രയധികം ധൈര്യം ഉണ്ടെങ്കിൽ നീ എന്റെ കണ്ണിലോട്ട് തന്നെ ആക്രമിക്കുമെടാ എന്ന് ചോദിച്ചു വളരെയധികം ദേഷ്യത്തോടെ ഗോകുവിനെ ഞെക്കി പിഴിഞ്ഞെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും ഇതേസമയം മലയുടെ അപ്പുറം മറിഞ്ഞു നിന്നുകൊണ്ട് എല്ലാം വീക്ഷിച്ചുകൊണ്ടിരുന്ന യാജിറോബി ഗോകുവിന്റെ നിസ്സഹായമായ അവസ്ഥ കണ്ടിട്ട് യാതൊന്നും ചെയ്യാതെ എന്നോട് ക്ഷമിക്കൂ ഗോകു, നിന്റെ നിസ്സഹായമായ അവസ്ഥയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, നീ മരിക്കാൻ പോവുകയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അശക്തനായ ഞാൻ ഇതിൽ എന്ത് ചെയ്യാനാണ്? എനിക്കിതിൽ യാതൊന്നും ചെയ്യാൻ കഴിയില്ല ഇത് എന്ന് പറഞ്ഞുകൊണ്ട് നിസ്സഹായമായ രീതിയിൽ യാജിറോബി ആ മലയിൽ തന്നെ മറിഞ്ഞു തന്നെ നിൽക്കുകയും ചെയ്യുന്നു. പെട്ടെന്ന് വെജിറ്റ ഗോകുവിനെ ഞെക്കി പൊടിക്കാൻ ശ്രമിക്കുകയും വളരെ ഉച്ചത്തിൽ ഗോകുവിടെ അലറുകയും ആ ശക്തമായ അലർച്ച കെട്ടിട്ട് യാജിറോബി ചെവി വരെ പൊത്തിപ്പോവുകയും ചെയ്യും. അതേസമയം ഗുഹാനും ക്രില്ലിനും അവിടേക്ക് വന്നെത്തുകയും ചന്ദ്രനെ പോലെ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന പ്രകാശം കണ്ടിട്ട് ക്രില്യൻ അത് കണ്ടിട്ട് എന്തോ വിചിത്രമായി തോന്നുന്നു, ഞാൻ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു പ്രകാശം കാണുന്നത്, അതിനെന്തോ കുഴപ്പമുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഗുഹാനോട് സൂക്ഷിക്കാൻ പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരുടെ താഴേക്ക് ഇറങ്ങുകയും എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കാതെ ഗുഹാനും ക്രില്യൻ ചുറ്റും നോക്കുകയും വളരെ ദൂരെയായി രാക്ഷസ കുരങ്ങന്റെ രൂപത്തിൽ നിൽക്കുന്ന വെജിറ്റ ഗോകുവിനെ ഞെക്കിപ്പിഴിഞ്ഞ് കൊല്ലുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും ഗോകു വളരെ ഉച്ചത്തിൽ കിടന്ന് കരയുന്നതുമാണ് അവർ കാണുന്നത്. അത് കാണുമ്പോൾ വളരെയധികം ദേഷ്യം വരുന്ന ക്രില്ലിനും ഗുഹാനും മലയുടെ പുകളിൽ കൂടെ മാറി മാറി ചാടിച്ചുകൊണ്ട് ആരും കാണാത്ത രീതിയിൽ അവിടേക്ക് ഓടി ചെല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും ഒരു മലയുടെ മുന്നിൽ നിന്ന് യാജിറോബി അങ്ങോട്ട് ചാടിക്കയറി നിൽക്കുകയും അവരെ തടയുകയും ചെയ്യുന്നു. നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നത് ശരിയല്ല, അവൻ വളരെയധികം ശക്തനാണ്, നിങ്ങൾ രണ്ടുപേരും അവന്റെ കൈകൊണ്ട് മരിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു അവനെ തടഞ്ഞു വെക്കുകയും എന്നാൽ അത് കേൾക്കുന്ന ക്രില്യൻ ഞങ്ങളുടെ ഗോകു അവിടെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ ഞങ്ങൾക്ക് യാതൊന്നും തന്നെ ചെയ്യാൻ സാധിക്കുന്നില്ല, എങ്കിൽ പിന്നെ ഞങ്ങൾ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് യാതൊരു പ്രയോജനമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വളരെയധികം ദേഷ്യത്തോടെ അങ്ങോട്ട് പോകുവാൻ വേണ്ടി ഒരു പദ്ധതി ഇടുകയും ശക്തനായ ഗോകുവിന് പോലും തോപ്പിക്കാൻ കഴിയാഞ്ഞ ഈ രാക്ഷസ കുരങ്ങനെ നമ്മൾ എങ്ങനെ തോപ്പിക്കാനാണ് എന്നും പറഞ്ഞ് യാജിറോബി അവരോട് തട്ടിക്കയറുകയും അതൊക്കെ സാധിക്കും, ആ രാക്ഷസ കുരങ്ങന്റെ വാല് മുറിക്കുകയാണെങ്കിൽ അവൻ നോർമലാകും, അതിനുശേഷം നമുക്ക് അവൻ എങ്ങനെയെങ്കിലും കൊല്ലാമെന്ന് പറഞ്ഞുകൊണ്ട് ക്രില്യൻ ഗുഹാനോട് രാക്ഷസ കുരങ്ങന്റെ മുന്നിൽ പോയിട്ട് അവന്റെ ശ്രദ്ധ തെറ്റിക്കാൻ അതേസമയം ക്രില്യൻ അവന്റെ പിറകിൽ കൂടെ ചെന്നിട്ട് അവന്റെ വാല് മുറിച്ചുകൊള്ളാം എന്ന് പറഞ്ഞ ഒരു പദ്ധതി ഇടുക. എന്നാൽ അതെല്ലാം പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഓടിപ്പോകുന്ന ക്രില്യനെയും ഗുഹാനെ നോക്കി യാജിറോബി പല്ല് കടിക്കുകയും നിങ്ങൾ എന്തൊരു വലിയ മണ്ടന്മാരാണ്, അവൻ രാക്ഷസ രൂപത്തിൽ നിൽക്കുമ്പോൾ അവൻ ഇത്രയധികം ശക്തി, അവൻ നോർമൽ രൂപത്തിലേക്ക് വരുമ്പോൾ അവൻ ശക്തി ഇല്ലെന്നാണ് നിങ്ങൾ വിചാരിച്ചത്, നിങ്ങളെ രണ്ടുപേരെ
അവൻ ഇവിടെ ജിഞ്ചായി കൊന്നുകളയുമെന്ന് പറഞ്ഞുകൊണ്ട് യാജിറോബി സങ്കടപ്പെടുക. അച്ഛാ മരിക്കില്ലേ, ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ് ഗുഹാൻ വളരെയധികം വീറോടെ ഓടിച്ചെന്നുകൊണ്ടിരിക്കുമ്പോഴേക്കും രാക്ഷസകുരങ്ങന്റെ പിന്നിലെ സൈഡിലേക്കൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന ക്രില്യൻ മലയുടെ മുകളിലേക്ക് വലിഞ്ഞു കയറുമ്പോൾ ഗോകുവിന്റെ കീയുടെ ശക്തി കുറഞ്ഞു വരുന്നതായി മനസ്സിലാക്കുകയും ഗോകു മരിച്ചുകൊണ്ടിരിക്കുന്നതായി അവൻ ഉണരുകയും ചെയ്യുന്നു. ക്രില്യനും ഗുഹാനും ചാടിച്ചാടി ഓടുന്ന ശബ്ദം ശ്രവിക്കുന്ന രാക്ഷസകുരങ്ങൻ രൂപത്തിൽ നിൽക്കുന്ന വെജീറ്റ നിന്നെ രക്ഷിക്കാൻ വേണ്ടി ഏതോ മണ്ടന്മാർ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നല്ലോ കാക്കറോട്ട്, ആരെവിടെ എന്ന് ചോദിച്ചുകൊണ്ട് പൊട്ടിച്ചിരിക്കുകയും ഞാനാടാ ഇവിടെ എന്ന് പറഞ്ഞുകൊണ്ട് വെജിറ്റയുടെ മുമ്പിലുണ്ടായിരുന്ന ഒരു മലയുടെ മുകളിൽ കയറി നിൽക്കുന്ന ഗുഹാനെ കണ്ട് വെജിറ്റ അത്ഭുതപ്പെടുകയും ഓ നീ ചിലപ്പോൾ നിന്റെ തന്തയുടെ അവസാന നിമിഷം കാണാൻ വന്നതായിരിക്കും അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഗോകുവിന്റെ തല പിടിച്ച് ഒടിച്ച് ഗോകുവിനെ കൊല്ലുവാൻ ശ്രമിക്കുകയും നിന്റെ അവസാനത്തെ ആഗ്രഹം ഞാൻ ഇപ്പോൾ നടപ്പിലാക്കി തരാമെന്ന് പറഞ്ഞ് ഗോകുവിനെ പിന്നെയും ഓരോന്ന് പറഞ്ഞ് പരിഹസിക്കാൻ നോക്കുന്നത് കേൾക്കുമ്പോൾ ഗുഹാന് വളരെയധികം ദേഷ്യം വരികയും ഇതേസമയം രാക്ഷസകുരങ്ങന്റെ പിന്നിലുള്ള മലയുടെ മുകളിൽ വലിഞ്ഞു കയറിയ ക്രില്യൻ വളരെയധികം ദേഷ്യത്തോടെ ക്രില്യന്റെ ഡിസ്ട്രക്ഷൻ ഡിസ്ക് എന്ന മാരകമായ എനർജി അറ്റാക്ക് ആഗ്രഹിച്ചെടുക്കുകയും രാക്ഷസകുരങ്ങന്റെ വാല് നോക്കി അതിലേക്ക് വലിച്ചെറിയുകയും ചെയ്യും. എന്നാൽ അത്ഭുതകരം എന്ന് തന്നെ പറയത്തക്ക വിധം വെജിറ്റയുടെ വാല് മുറിയുന്നതിന് തൊട്ട് മുന്നേ വെജിറ്റ അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു ചാടുകയും നിന്നെ പോലെ മറ്റൊരുത്തനും കൂടി ഇവിടെ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയില്ലെന്നാണോ നീ വിചാരിച്ചത്, ഞാനെന്തോ മണ്ടനാണോ എന്ന് പറഞ്ഞ് വെജിറ്റ ഉറക്കെ അലറി ക്രില്ലിനെ നോക്കിക്കൊണ്ട് പല്ല് കടിക്കുകയും ചെയ്യുമ്പോഴേക്കും ക്രില്ലിനെ അയച്ച ഡിസ്ട്രക്ഷൻ ഡിസ്ക് ഗുഹാൻ നിന്ന് മല വെട്ടിക്കീറിക്കൊണ്ട് ദൂരേക്ക് പറന്നു കളിക്കുകയും അത് കണ്ട് ഗുഹാൻ പായെന്ന് പറയ്ക്കുകയും അപ്പോൾ ക്രില്ലിനെ നോക്കിക്കൊണ്ട് വെജിറ്റ സയാന്മാരുടെ ഒരു വാലിന്റെ രഹസ്യം നിനക്ക് അറിയാമല്ലേ, അതുകൊണ്ടാണ് നീ വാലിൽ തന്നെ കുറിവെച്ചത്, കാക്രോട്ടിനെ കൊന്നതിന് ശേഷം ഞാൻ നിന്നെയാണ് കൊല്ലാൻ പോകുന്നത്, നീ അവിടെ തന്നെ നിൽക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വെജിറ്റ പൊട്ടി ചിരിക്കുക. അത് കേൾക്കുന്ന ക്രില്ലിനെ ഒരു നിമിഷത്തേക്ക് ഭയക്കുന്നുണ്ടെങ്കിലും ഗോകുവിനെ കൊല്ലുന്നത് കാണുമ്പോൾ വളരെയധികം ദേഷ്യം. എന്നോട് ക്ഷമിക്കൂ ഗോകു, എനിക്കിതിനു വെള്ളിൽ ഒന്നും തന്നെ ചെയ്യാനില്ല, ഇവന്റെ കീയുടെ ശക്തി വളരെ വലുതാണെന്നും പറഞ്ഞ് പല്ലുകൾ ഗോകുവിനെ ഞെക്കി പിടിന്ന് കാണുമ്പോൾ ഗുഹാന് വളരെയധികം ദേഷ്യം വരിക. അച്ഛാ എന്ന് വിളിച്ചുകൊണ്ട് ഗുഹാൻ അലറി വിളിക്കുമ്പോൾ നിനക്ക് നിന്റെ തന്തയുടെ മുന്നേ ചാവണം എന്ന് പറഞ്ഞുകൊണ്ട് വെജിറ്റ ഗുഹാനെ ചവിട്ടിക്കൊല്ലാൻ വേണ്ടി പുറപ്പെടുകയും ഗുഹാൻ എന്ന് പറഞ്ഞ് ഉറക്കെ വിളിച്ചുകൊണ്ട് ക്രില്ലിൻ അവിടേക്ക് ഓടി വരികയും നിനക്ക് പേടിച്ച് നിന്റെ മുട്ട് കൂട്ടിയടിച്ചിട്ട് നിനക്ക് ഓടാൻ പോലും കഴിയുന്നില്ല എന്ന് ചോദിച്ചുകൊണ്ട് വെജിറ്റ ഗുഹാനെ പുച്ഛിക്കുകയും അതെല്ലാം പറഞ്ഞുകൊണ്ട് അട്ടഹസിച്ചുകൊണ്ട് നിൽക്കുന്ന രാക്ഷസകുരങ്ങന്റെ കണ്ണിൽ കൂടി ഒരു മിന്നൽ പായുകയും എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാതെ എല്ലാവരും ഞെട്ടിവരച്ച് നിൽക്കുമ്പോൾ രാക്ഷസകുരങ്ങന്റെ വാല് മുറിഞ്ഞ് നിലത്തേക്ക് വിടുന്നതായി കാണുകയും മലയ്ക്കും പിറകിൽ മറഞ്ഞു നിന്നിരുന്ന യാജിറോബി മിന്നൽ വേഗത്തിൽ വന്നുകൊണ്ട് അവന്റെ കത്തി കുറയിൽ നിന്ന് ഊരിക്കൊണ്ട് ആഞ്ഞൊരു വെട്ടും വെട്ടി വെജിറ്റയുടെ വാല് മുറിച്ച് അവനെ നോർമൽ ഫോമിലേക്ക് മാറ്റുകയും ചെയ്യും. മച്ചാന്മാരെ ഇനി നിങ്ങൾ നോക്കിക്കോ, ഞാൻ പോവാണ് എന്നും പറഞ്ഞ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുക. എന്താ നിന്നെയൊക്കെ പോലെ ഒരു കീടം കൂടി ഇവിടെ ഉണ്ടായിരുന്നോ, എനിക്ക് അവനെ കാണുവാൻ കഴിഞ്ഞില്ലല്ലോ, എങ്ങനെയാണ് ഇത് സാധിച്ചതെന്ന് ചോദിച്ചു വെജിറ്റ വളരെയധികം ദേഷ്യപ്പെടുകയും അരിശത്തോടെ പല്ല് കടിക്കുകയും നോർമൽ ഫോമിലേക്ക് തിരികെ മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. കയ്യിൽ നിന്ന് വഴുതി പോകുന്ന ഗോകു നിലത്തേക്ക് ചെന്ന് പതിക്കുകയും ചെയ്യും. ഉടനെ വെജിറ്റ നോർമൽ ഫോമിലേക്ക് മാറുകയും മനുഷ്യനെ പോലെ ആവുകയും അത് കാണുന്ന ക്രില്ലിനും ഗുഹാനും വളരെയധികം സന്തോഷമാവുകയും നിങ്ങൾക്കത് ചെയ്യാൻ സാധിച്ചു, നിങ്ങളത് സാധിച്ചു യാജിറോബി എന്ന് പറഞ്ഞുകൊണ്ട് ക്രില്യൻ വളരെ ഉച്ചത്തിൽ അലറിക്കൊണ്ട് ചിരിക്കുകയും എന്റെ വാല് മുറിക്കാൻ നോക്കിയാൽ നിന്റെ മരണം വളരെ ക്രൂരവും നിഷ്ഠൂരമായിരിക്കുമെന്ന് പറഞ്ഞ് വെജിറ്റ ക്രില്ലിനെ നോക്കിക്കൊണ്ട് പല്ല് കടിക്കുകയും എന്നാൽ പെട്ടെന്ന് ക്രില്ലിന്റെ എതിർദിശയിലേക്ക് വെജിറ്റ തിരിഞ്ഞു നിൽക്കുകയും നയവഞ്ചകമായ ചിരി ചിരിച്ചുകൊണ്ട് ഗുഹാനെ നോക്കി നിൽക്കുകയും ഗുഹാന്റെ മുന്നിലേക്ക് പാഞ്ഞു നിൽക്കുന്ന വെജിറ്റ നിന്റെ തന്തയെ രക്ഷിക്കാൻ വന്നല്ലേ നീ തന്നെ ആദ്യം ചാവടാം എന്ന് പറഞ്ഞുകൊണ്ട് വെജിറ്റ കലിപ്പിന് ഗുഹാനെ നോക്കി നിൽക്കുമ്പോഴേക്കും ഉള്ള ധൈര്യമെല്ലാം സമ്പാദിച്ച് ഗുഹാൻ എഴുന്നേറ്റ് നിൽക്കുകയും ഒരു കുട്ടിയാണെന്ന പരിഗണന പോലും നൽകാതെ വെജിറ്റ ആഞ്ഞു ഗുഹാന്റെ വയറിലേക്ക് ഇടിയിടിക്കുകയും അതിന്റെ വേദന നുഴഞ്ഞുകൊണ്ട് ഗുഹാൻ കുഴഞ്ഞ് നിലത്തേക്ക് വീഴുകയും ചെയ്യും. ഹാഫ് സയാനായ കീടമേ, നിന്റെ ശക്തി എന്താണ് കാണിക്കുന്നെന്നും പറഞ്ഞ് ഗുഹാന്റെ തലയിൽ ചവിട്ടിക്കൊണ്ട് വളരെയധികം ഗുഹാനെ വെജിറ്റ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത് കാണുന്ന ക്രില്ലിന് വളരെയധികം ദേഷ്യം വരികയും മലയെ ചവിട്ടി ചാടിത്തെറിച്ച് ക്രില്ലിൻ വെജിറ്റയെ നേരെ പാഞ്ഞെടുക്കുകയും എന്നാൽ കറങ്ങി തിരിഞ്ഞു നിൽക്കുന്ന വെജിറ്റ ഗുഹാനെ രക്ഷിക്കാൻ വരുന്ന ക്രില്ലിന് നേർക്ക് ആഞ്ഞൊരു ചവിട്ട് കൊടുക്കുകയും വളരെ ശക്തിയിൽ തെറിച്ചു പോകുന്ന ക്രില്ലിൻ ഒരു മലയിലടിച്ച് നിലത്തേക്ക് വീഴുന്നതും ശക്തി കാണിക്കൂ കഴിവ് കാണിക്കൂ എന്നും പറഞ്ഞ് വെജിറ്റ ഗുഹാനെ വളരെയധികം വെല്ലുവിളിക്കുന്നുണ്ടെങ്കിലും പേടിച്ച് പറിച്ചു കിടക്കുന്ന ഗുഹാൻ ഒന്നിനും കഴിയാതെ തളർന്നു കിടക്കുകയും നീയും നിന്റെ തന്തയെ പോലെ ഒരു ഫീര് മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് ഗുഹാനെ പൊക്കിയെടുത്തുകൊണ്ട് ഗോകു ചാകാറായി കിടക്കുന്നതിന്റെ അടുത്തേക്ക് തന്നെ ഗുഹാനെ കൊണ്ട് വെജിറ്റ വലിച്ചെറിയുകയും നിന്റെ തന്തയുടെ ഒപ്പം കിടന്ന് ചാകടാ നീയൊന്നും പറഞ്ഞ് വളരെയധികം ദേഷ്യത്തോടെ പൊട്ടിച്ചിരിക്കുകയും ചെയ്യും. ഗുഹാൻ അടുത്തേക്ക് വന്ന് വീഴുന്നത് കാണുന്ന ഗോകുവിന് വളരെയധികം സങ്കടം വരികയും പതറിക്കൊണ്ട് ഗുഹാൻ എന്ന് വിളിക്കുകയും എന്നാൽ അതെല്ലാം കാണുന്ന വെജിറ്റ കാക്കറോട്ട് നീ ഇപ്പോഴും മരിച്ചിട്ടില്ലേ, നീയാണ് ഞാൻ എതിരിട്ടതിൽ ഏറ്റവും ടഫായിട്ട് എനിക്ക് നിന്നിട്ടുള്ളവൻ, നിന്നെ ഓർക്കുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്, പക്ഷെ നിന്റെ മരണം അത് എന്റെ കൈ കൊണ്ട് എഴുതപ്പെട്ടതാണല്ലോ എന്നും പറഞ്ഞ് വെജിറ്റ വീണ്ടും പൊട്ടിച്ചിരിക്കുകയും ഇതേസമയം അല്പം ബോധം വീഴുന്ന ഗോകു അടുത്ത് ബോധം കെട്ടുകിടക്കുന്ന ഗുഹാനെ വിളിച്ചെഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുകയും ഗുഹാൻ എന്റെ മൊത്തം ശക്തികളും കഴിവും ആരോഗ്യവും ഇപ്പോൾ ക്ഷയിച്ചു പോയിരിക്കുന്നു, എനിക്ക് അനങ്ങാൻ പോലും കഴിയുന്നില്ല, ഇനി നീ വേണം ആ രാക്ഷസനെതിരെ എന്റെ സ്ഥാനത്ത് നിന്ന് ഫൈറ്റ് ചെയ്യാൻ എന്നും പറഞ്ഞ് ഗുഹാനെ തട്ടി എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുകയും ഇപ്പൊ മുതൽ നീ നിന്റെ മുഴുവൻ ശക്തിയും ആരോഗ്യം ഉപയോഗിച്ചുകൊണ്ട് ഇവനെതിരെ പോരാടണം, ഇനി നീ വേണം എന്റെ അഭിമാനം കാക്കാൻ, നിന്നെ മാത്രമാണ് ഞാൻ ഈ വിശ്വസിച്ചിരിക്കുന്നത്, നിന്നിൽ മാത്രമാണ് ഞാനിപ്പോൾ എന്റെ മുഴുവൻ വിശ്വാസവും അർപ്പിച്ചിരിക്കുന്നത്, നീ എന്റെ മകനാണ്, വേഗം എഴുന്നേൽക്കു ഗുഹാൻ എന്ന് പറഞ്ഞ് ഗോകു വളരെ ഉച്ചത്തിൽ അലറുകയും എന്നാൽ ഇതെല്ലാം തന്നെ കേൾക്കുന്ന ഗുഹാൻ യാതൊരുവിധ കുലുക്കങ്ങളും ഇല്ലാതെ ഗുഹാൻ പേടിച്ചു വരച്ച് അവിടെ തന്നെ കിടക്കുകയാണ് ചെയ്യുന്നത്. ഇതേ സമയം വളരെയധികം ദേഷ്യം വരുന്ന വെജിറ്റ ഞാൻ ആദ്യം
കൊല്ലാൻ പോകുന്നത് കാക്രോട്ടിനെയാണ്. അത് കഴിഞ്ഞ് ഞാൻ കാക്രോട്ടിന്റെ മകനെയും കൊല്ലും. അതിനുശേഷം ഞാൻ കൊല്ലാൻ പോകുന്നത് എന്റെ വാല് മുറിച്ച് കളഞ്ഞ കല്ല കുടുവാച്ചിയാണെന്നും പറഞ്ഞ് വളരെ ദേഷ്യത്തോടെ ഉറക്കെ അലറുമ്പോൾ ഒരു മലയുടെ പിറകിൽ മറിഞ്ഞു നിന്നുകൊണ്ട് ഇതെല്ലാം നിരീക്ഷിക്കുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരുന്ന യാജിറോബി അത് കേൾക്കുകയും വളരെയധികം പേടിക്കുകയും അയ്യോ അവൻ ഇപ്പോഴും എന്നെ ഓർമ്മയുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഉറക്കെ കരയുകയും ചെയ്യും. ഗുഹാന് വെജിറ്റയെ കൊല്ലുവാൻ മാത്രമുള്ള ശക്തിയൊന്നുമില്ല, അവൻ കുഞ്ഞാണെന്നും പറഞ്ഞ് കരഞ്ഞോണ്ട് അവിടെ കിടക്കുമ്പോൾ അതെല്ലാം കേൾക്കുന്ന ഗോകു, ഗുഹാൻ നീ വിചാരിക്കുന്ന പോലെ നീ ശക്തി കുറഞ്ഞവനൊന്നുമല്ല, ഇവിടെയുള്ള മൊത്തം പേരിലേക്കാൾ ശക്തി നിനക്കാണുള്ളത്, നീ എഴുന്നേൽക്കൂ എന്നും പറഞ്ഞ് നിർബന്ധിക്കുകയും ഗുഹാൻ നീ പറഞ്ഞത് ശരിയാണ്, നിനക്ക് ചിലപ്പോൾ അവനെ കൊല്ലാൻ കഴിയില്ല, പക്ഷെ നീ അവനെ കൊല്ലണ്ട, എന്റെ മറ്റൊരു പ്ലാൻ ഉണ്ട്, നീ അല്പസമയം ധൈര്യത്തോടെ അവനോട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രം മതി, ഞാൻ ക്രില്ലിനെ വെച്ചുകൊണ്ട് അവനെ കൊന്നോളാം, നീ ഇതുമാത്രം ചെയ്യുമെന്നും പറഞ്ഞ് ഗുഹാനെ നിർബന്ധിക്കുകയും എനിക്കിതൊന്നും ചെയ്യാൻ കഴിയില്ല അച്ഛാ, ഞാൻ ശക്തിയില്ലാത്തവനാണ്, എന്നോട് ക്ഷമിക്കുമെന്നും പറഞ്ഞ് ഗുഹാൻ കൊച്ചുകുട്ടികളെ പോലെ നടന്ന് കെഞ്ചിക്കൊണ്ട് കരയുകയും ചെയ്യുമ്പോൾ എന്നാൽ അതൊക്കെ കേൾക്കുന്ന ഗോകുവിന് വളരെയധികം ദേഷ്യം വരിക, നീ എന്തൊരു കോഴയാണ്, നീ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല, ഈ ഭൂമിയിലുള്ളവരെല്ലാം മരിക്കുന്നത് കാണാനാണോ നീ ആഗ്രഹിക്കുന്നത്, ഈ ഭൂമിയിലെ യോദ്ധാക്കൾ മുഴുവൻ അവരുടെ ജീവൻ ബലി കഴിച്ചത് ഇതിനു വേണ്ടിയാണോ, നിനക്ക് വേണ്ടി പിക്കലോസാൻ ജീവത്യാഗം ചെയ്തതും പരിശീലനം നൽകിയതും ഇതിനു വേണ്ടിയാണോ, പിക്കലോസാന്റെ വിശ്വാസം തോൽക്കുന്നത് കാണാനാണോ നീ ആഗ്രഹിക്കുന്നത്, വേഗം എഴുന്നേൽക്ക് ഗുഹാൻ എന്നും പറഞ്ഞ് ഗുഹാനെ ഗോകു മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയും പെട്ടെന്ന് പിക്കലോസാന്റെ പേര് കേൾക്കുന്ന ഗുഹാൻ പിക്കലോസാൻ അവന് വേണ്ടി ജീവത്യാഗം ചെയ്തത് മനസ്സിലാക്കി കടന്നു വരികയും പെട്ടെന്ന് ഗുഹാനുള്ളിൽ വളരെ വലിയൊരു ദേഷ്യം വരികയും അതെല്ലാം കാണുന്ന ഗോകു, ഗുഹാൻ നിന്നെ കൊണ്ട് കഴിയും, നിന്നെ വിശ്വസിച്ചാണ് ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ഗോകുവിന് മിച്ചമുണ്ടായിരുന്ന ശക്തിയിൽ കുറച്ച് ഗുഹാന് നൽകുന്നതിന് വേണ്ടി ഗുഹാന്റെ കയ്യിലേക്ക് തൊടാൻ വരുമ്പോഴേക്കും എന്നാൽ ഗോകു ഗുഹാന്റെ കൈകളിൽ തൊടുന്നതിന് തൊട്ടു മുന്നേ വെജിറ്റ അവിടേക്ക് പാഞ്ഞു വരികയും ഗോകുവിനെ ചവിട്ടി ദൂരേക്ക് തെറിപ്പിക്കുകയും ചവിട്ടിക്കൂട്ടി ഗോകുവിനെ കൊല്ലുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. ഗോകുവിനെ വെജിറ്റ കൊടൂരമായി ചവിട്ടിക്കൂട്ടി നടന്ന് ഗുഹാന് വളരെയധികം ദേഷ്യം വരികയും മുഴുവൻ ധൈര്യം സംഭരിച്ച് എഴുന്നേറ്റ് നിൽക്കുകയും നിർത്തോ എന്ന് ഉറക്കെ അലറുകയും നിനക്ക് ഫൈറ്റ് ചെയ്താൽ പോരെ എന്റെ അടുത്തേക്ക് വാന്നും പറഞ്ഞ് ഗുഹാൻ വളരെ ഉച്ചത്തിൽ അലറുകയും എന്നാൽ ഗുഹാന്റെ വെല്ലുവിളി കേൾക്കുന്ന വെജിറ്റ തിരിഞ്ഞു നിൽക്കുകയും വളരെ അരിശത്തോടെ നിൽക്കുന്ന ഗുഹാനെ നോക്കിക്കൊണ്ട് നീ എന്നോട് അംഗം കുറിക്കാനാണോ ബാലക ശ്രമിക്കുന്നത്, നിന്റെ മരണമണി നിന്റെ തന്തയ്ക്ക് മുന്നേ അടിപ്പിക്കണോ എന്ന് ചോദിച്ച് ഉറക്കെ അലറുകയും പരിഹാസത്തോടെയുള്ള വെജിറ്റയുടെ സംസാരം കേൾക്കുന്ന ഗുഹാന് വളരെയധികം ദേഷ്യം വരികയും ഒരു എനർജി അറ്റാക്ക് എടുത്ത് വെജിറ്റയ്ക്ക് നേരെ അടിക്കുകയും പെട്ടെന്ന് അത് എനർജി അറ്റാക്ക് കാണുന്ന വെജിറ്റ ഞെട്ടുകയും മുകളിലേക്ക് തന്നെ മാറുകയും ചെയ്യുന്നു. എന്നാൽ ഒട്ടും താമസിക്കാതെ തന്നെ ഗുഹാൻ മിന്നി മാറുകയും വെജിറ്റയുടെ അടുത്തേക്ക് എത്തി ഒറ്റ ചവിട്ടിന് വെജിറ്റയെ ദൂരേക്ക് പറപ്പി വെജിറ്റയും ഗുഹാനും തമ്മിൽ അന്തരീക്ഷത്തിൽ പൊരിഞ്ഞടി നടക്കുന്ന സമയം കണക്കാക്കി വയ്യാതെ കിടക്കുന്ന ഗോകു ക്രില്യൻ എഴുന്നേൽക്കൂ, വേഗം ഇവിടേക്ക് വരിക എന്നും പറഞ്ഞ് ക്രില്യനെ അവിടേക്ക് വിളിച്ചു വരുത്തുകയും നിനക്ക് എത്രമാത്രം ധൈര്യമുള്ളത് കൊണ്ടാണ് സയാൻ പ്രിൻസായി എന്നെ തന്നെ നീ വെല്ലുവിളിച്ചതെന്ന് ചോദിച്ചുകൊണ്ട് വെജിറ്റ ഗുഹാനെ എടുത്തിട്ടിടിക്കുകയും പലതരത്തിലുള്ള ആക്രമണങ്ങൾ കൊണ്ട് വെജിറ്റ ഗുഹാനെ പഞ്ചിക്കിട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്നെല്ലാം പലതരത്തിലുള്ള അടവുകളും ടെക്നിക്കുകളും ഉപയോഗിച്ച് ഗുഹാൻ രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. ഒന്ന് രണ്ടിടികൾ വെജിറ്റയ്ക്ക് ഗുഹാന് കൊടുക്കാനും സാധിക്കുന്നുണ്ട്. ഈ സമയം കണക്കാക്കി ക്രില്യൻ ഗോകുവിന്റെ പക്കലേക്ക് എത്തുകയും വെജിറ്റയെ വെല്ലുവിളിക്കുന്ന മണ്ടന്മാർക്ക് വരാൻ പോകുന്ന ഗതി ഞാൻ എന്താന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് വെജിറ്റ വളരെ ദേഷ്യത്തിൽ ഗുഹാനെ ആക്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗോകു നീ എന്ത് മണ്ടത്തരമാണ് കാണിച്ചത്, ഗുഹാനെ കൊണ്ടൊന്നും അവനെതിരെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല, വെജിറ്റ വളരെയധികം ശക്തനാണെന്ന് പറഞ്ഞ് ക്രില്യൻ ഗോകുവിന്റെ അടുത്തൊന്ന് മുട്ടുകുത്തി നിൽക്കുകയും അതെല്ലാം എനിക്കറിയാം ക്രില്യൻ, ഗുഹാനും വെജിറ്റയും ഫൈറ്റ് ചെയ്യുന്ന ഈ നിമിഷമല്ലാതെ നമുക്കിനി മറ്റൊരു അവസരം ലഭിക്കുകയില്ല, ഞാൻ ഈ മൊത്തം ഭൂമിയിൽ നിന്നും അവനെ കൊല്ലുവാൻ വേണ്ടി ആകരണം ചെയ്തെടുത്ത സ്പിരിറ്റ് ബോംബിന്റെ പകുതി ശക്തി ചോർന്നു പോയിരിക്കുന്നു, പക്ഷേ അതിന്റെ മിച്ചമുണ്ടായിരുന്ന പകുതി ശക്തി ഞാൻ ഇപ്പോൾ നിനക്ക് നൽകാൻ പോവുകയാണ്, അത് വളരെയധികം ശക്തിയുള്ളതാണ്, അവനെ കൊല്ലാൻ അത് തന്നെ ധാരാളമാണ്, എനിക്കറിയാം, അതുപയോഗിച്ച് നീ അവനെ ഉടനെ തന്നെ കൊല്ലണം. എന്ത് സ്പിരിറ്റ് ബോംബോ, നീ എന്തിനെ കുറിച്ചാണ് ഈ പറയുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ക്രില്യൻ ഗോകുവിനെ നോക്കുകയും ഇത് വളരെ ശക്തിമത്താർന്ന ഒരു അറ്റാക്കാണ്, എന്റെ കയ്യിലേക്ക് വേഗം നീ പിടിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഗോകു അവന്റെ ഒടിഞ്ഞ കൈകൾ ഉയർത്തുകയും എനിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന് ക്രില്യൻ പറയുന്നുണ്ടെങ്കിൽ അതൊന്നും സാരമില്ല, ഗുഹാനോടെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്, എത്രയും വേഗം നീ എന്റെ കയ്യിൽ പിടിക്കൂ എന്ന് പറഞ്ഞ് ഗോകു അലറുകയും ഗോകു നിന്റെ കൈകൾ ഒടിഞ്ഞിരിക്കുകയാണ്, നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നും പറഞ്ഞ് ക്രില്യൻ സങ്കടപ്പെടുമ്പോൾ അതെനിക്കറിയാം ക്രില്യൻ, നീ ശക്തമായി എന്റെ കൈ ഹോൾഡ് ചെയ്യൂ എന്ന് പറഞ്ഞ് ഗോകു വീണ്ടും പ്രകൃതിയിൽ നിന്ന് മുഴുവൻ എനർജിയും വലിച്ചെടുക്കുകയും അവനിൽ അവശേഷിച്ചിരുന്ന മുഴുവൻ ശക്തിയും ക്രില്യന്റെ കൈകളിലേക്ക് പകർന്നു നൽകുകയും ഇത്രയധികം സമയം ഗുഹാൻ വെജിറ്റയോട് വളരെ മികച്ച രീതിയിൽ തന്നെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതും പിക്കലോ പഠിപ്പിച്ചു കൊടുത്ത തന്ത്രങ്ങളെല്ലാം തന്നെ പയറ്റിക്കൊണ്ട് എതിരാളിയുടെ വീക്ക്നെസ് മനസ്സിലാക്കി വരെ ഗുഹാൻ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതും പെട്ടെന്ന് വെജിറ്റയുടെ വീക്ക്നെസ് മനസ്സിലാക്കി വെജിറ്റയുടെ കണ്ണിലേക്ക് ഗുഹാൻ ആക്രമിക്കുകയും വളരെയധികം ദേഷ്യം വരുന്ന വെജിറ്റ അവന്റെ രണ്ട് കൈകൾ ഉപയോഗിച്ച് ഗുഹാന്റെ തലയിലേക്ക് അടിച്ച് അവനെ നിലത്തേക്ക് പറപ്പിക്കുകയും ചെയ്യും. ഇതേസമയം ഗോകു ക്രില്യന് പകർന്നു കൊടുത്ത ശക്തി കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും അത് കാണുന്ന ഗോകു ക്രില്യൻ അത് സൂക്ഷിച്ച് കൺട്രോൾ ചെയ്യുക, ഗുഹാൻ ഇത് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഇത് ഞാൻ നിന്നെ ഏൽപ്പിച്ചത്, ക്രില്യൻ നിന്റെ കയ്യിലിരിക്കുന്ന ഈ എനർജിയെ വൃത്തരൂപത്തിലുള്ള ഒരു എനർജിയെ ഡെവലപ്പ് ചെയ്തെടുക്കണം. ഗോകുവിന്റെ വാക്കുകളെല്ലാം ശ്രവിക്കുന്ന ക്രില്യൻ അതേപടി എനർജി ഒരു ബോൾ രൂപത്തിൽ തന്നെ ആക്കി മാറ്റുകയും അത് കാണുന്ന ഗോകു അതെ ഇത് തന്നെ, ഇതാണ് സ്പിരിറ്റ് ബോംബ്, നിന്നെ കൊണ്ടത് സാധിക്കും ക്രില്യൻ, ഒന്ന് നിന്റെ ഓർമ്മയിലിരിക്കട്ടെ, ഇനി ഇതുപോലൊരു സ്പിരിറ്റ് ബോംബ് ഉണ്ടാക്കി തരാൻ എന്നെ കൊണ്ട് സാധിക്കുകയില്ല, ക്രില്യൻ നീ അത് ഉന്നം തെറ്റാതെ കുറി തെറ്റാതെ കൃത്യമായി വെജിറ്റയുടെ നേർക്ക് തന്നെ അടിക്കണം, അവന്റെ മുഴുവൻ ദുരുദ്ദേശങ്ങളും അഹങ്കാരവും അവനും ഇതോടെ ഇല്ലാതാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഗോകു സന്തോഷിക്കുന്നു. ഇതേസമയം ഗുഹാനും വെജിറ്റയും അന്തരീക്ഷത്തിൽ വളരെ മാരകമായ രീതിയിൽ തന്നെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയും രണ്ടുപേരും പരസ്പരം മാരകമായ ആക്രമണങ്ങൾ നയിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. കുറി തെറ്റാതെയല്ലേ, അത് തീർച്ചയായും ഞാൻ ശ്രമിക്കാം ഗോകു എന്ന് പറഞ്ഞുകൊണ്ട് മുഴുവൻ ശക്തി ആർജിച്ചെടുത്ത ക്രില്യൻ സ്പിരിറ്റ് ബോംബും പിടിച്ചുകൊണ്ട്
ഉപയോഗിച്ചുകൊണ്ട് വെജിറ്റയെ ലക്ഷ്യമാക്കി ദൂരെ മാറി നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോകൾ കാണുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. നന്ദി, നമസ്കാരം, വന്ദനം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.